ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും. അതെ അതെ സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീന് പൈസ പുറത്ത് വരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ. ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇൻ്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നും ഇങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു, സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കുനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ച് നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട് നിങ്ങളുടെ കൈ ഒന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല. എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നാളാ. അപ്പം പിന്നെ ഞാനങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാൽ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകളിങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ അമ്മക്ക് സന്തോഷമായി. മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പം ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോടെ പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടു കൂടി മകൻ വീണ്ടും ആ കൈ ഒന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സോടെ അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ. പലയിടത്തും വിണ്ട് കീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത്, പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. ഇന്നലെ ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു. വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി എന്താണ് ഇന്നലത്തിൽ ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തത്, കുടുംബ ബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു.
അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്ത ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ. നല്ലൊരു മെസ്സേജ് അല്ലേ? അപ്പോൾ പിന്നെ സുഹൈർക്കൊക്കെ എന്താണ് ഇതിൽ തോന്നിയ ഒരു കാര്യം? അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം, ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ, ഡയറക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില ഓരോ അനുഭവങ്ങളെ അതൊന്നും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്. അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, അത് എംപത്തറ്റിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും. അപ്പോഴാണ് അവർ, ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും. അതെ അതെ. സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീന് പൈസ പുറത്ത് വരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ?